ലോ ബഡ്ജറ്റിൽ നിങ്ങൾ 7 സീറ്റർ തരുന്നുണ്ടെങ്കിൽ ടയോട്ടൻ്റെ ഇന്നോവ 2010 മോഡല് KL71 രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ വാഹനമാണ്. ഈ വിലക്കും ഈ മോഡലും അപേക്ഷിച്ച് അത്യാവശ്യം ഒരു 90% വാഹനം ഉണ്ട് തന്നെ ഈ വാഹനത്തിന് പറയട്ടോ. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല, അബ്രോണും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശദമായി വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടിട്ട് പരമാവധി വിളിക്കാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് തന്നെ നോക്കട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയിലെ ഷേപ്പ് തന്നെയാണ് ഈ റൈറ്റ് സൈഡിലുള്ളത്. വലിയൊരു തുരുമ്പോ കാര്യങ്ങളോ 2010 വിചാരിച്ചിട്ടുണ്ട് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല കേട്ടോ. ഡോറൊക്കെ ഒറിജിനൽ ഡോറാണ് വരുന്നത്. അതുപോലെ ടയർ ഭാഗം പറയുകയാണെങ്കിൽ ഒരു 75% 4 ടയറും ഈ വാഹനത്തിനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വൃത്തി തന്നെയാണ് ഇതുള്ളത്. ഒരു കോട്ട് പെയിൻറ്റ് നമ്മൾ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായ ഒരു വൃത്തി ഈ വാഹനത്തിനുണ്ട് കേട്ടോ. അതുപോലെ വാഹനം ടൈപ്പ് 4 ആക്കി പണി ചെയ്തതാണ് കേട്ടോ. നമ്മൾ പിന്നെ ലെഫ്റ്റ് സൈഡും കൂടി നോക്കാം. ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞ വലിയൊരു മേജർ ആക്സിഡൻറ്റ് ഒന്നും തന്നെ അല്ല. ഡോറൊക്കെ ഒറിജിനൽ ഡോറുകളാണ്, ഗ്ലാസ് ഒറിജിനലാണ്. ഈ മറുകാടിൻ്റെ ഗ്ലാസ് ഇതിന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറുതായിട്ടൊരു പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇൻസൈഡ് ഭാഗത്തേക്കൊന്നും ആക്സിഡൻറ്റ് വന്നിട്ടില്ല. ഈ ഗ്ലാസ് ഇതിന് മാറ്റിയത് കാണുന്നുണ്ട് കേട്ടോ. അതേമാതിരി ടയർ ഞാൻ പറഞ്ഞ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറും ഓടാൻ മാത്രമുള്ളതുണ്ട് കേട്ടോ. നമ്മളൊരു ഡോർ വൈസറൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. അതേമാതിരി ഇവിടെ ഒരു ക്രോമിൻ്റെ ഒരു ബീഡിംഗ് ഒക്കെ നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഈ വാഹനത്തിന് ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിലും വലിയൊരു റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ബാക്കിൽ ബൈഫർ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. G4 വാഹനമാണ് അത്. അതുപോലെ വൃത്തിയുള്ളൊരു ഇന്റീരിയൽ G4 വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഇന്റീരിയൽ വരുന്നത് കേട്ടോ. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെയാണ് ഉള്ളത്. നമ്മൾ വന്ന രൂപത്തിൽ തന്നെ സീറ്റ് കവറാണ് ഇതിനുള്ളത് കേട്ടോ. 4 പവർ വിൻഡോ വാഹനത്തിന് വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക്, സെൻട്രൽ AC ഒക്കെ കമ്പനി വരുന്നത് തന്നെയാണ് ഈ വാഹനം. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ സൈഡ് കൂടെ നോക്കട്ടോ. ഈ വാഹനത്തിൻ്റെ എൻജിന് പറയുകയാണെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള എൻജിൻ തന്നെയാണ് ഈ വാഹനത്തിന് വരുന്നത്. അങ്ങനെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിന് കാണാനില്ല കേട്ടോ. ഇൻ്റർകൂൾ എൻജിനാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററിയും ഈ വാഹനത്തിനുണ്ട്. അബ്രോണോ കാര്യങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിന് വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അങ്ങനെ വലിയ മേജർ ആക്സിഡൻ്റ് ആയതല്ല, എന്തോ കാരണത്താൽ മാറ്റിയതാവും, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അബ്രോണും കാര്യങ്ങളും ഏതായാലും അതിൻ്റെ ഫ്രണ്ടിലെ പോസ്റ്റൊന്നും ഇടിച്ചതായിട്ടോ ആക്സിഡൻ്റ് ആയിട്ടോ കാണുന്നില്ല കേട്ടോ. ഇൻ്റർകൂൾ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു എഞ്ചിൻ തന്നെ കേട്ടോ. 71ക്കാണ് ഈ വാഹനം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. 7 സീറ്ററാണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഞാൻ പറഞ്ഞു ചെറിയൊരു ലോ ബഡ്ജറ്റിൽ നിങ്ങൾ അന്വേഷിക്കേണ്ട നിങ്ങൾക്ക് പറ്റിയ വാഹനമാണ്. അപ്പോൾ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക, ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കട്ടോ. അതുപോലെ ഇത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ, മലപ്പുറം ജില്ലയാണ്. അപ്പോൾ ഇതിന് ഫിനാൻസ് കിട്ടാൻ സാധ്യതയല്ല, മോഡൽ കുറഞ്ഞുകൊണ്ട്. 2010 വരുന്നത്. അപ്പോൾ ബാങ്ക് ഫിനാൻസ് ഒന്നും കിട്ടില്ല. സെൽഫ് ഫിനാൻസ് ഒക്കെ എന്തെങ്കിലും പകുതിയൊക്കെ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു അഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരൻ്റെ വിളിക്കട്ടോ. അതുപോലെ നമ്മളിത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ, മലപ്പുറം ജില്ലയാണ്. അപ്പോൾ അതുപോലെ നമ്മളെ വീഡിയോസും ചാനലും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് ഒരു 3,90,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതിന് റിന്യൂവലും ടാക്സും വരുന്നത് ഒരു 6 മാസം കൂടെ ഇതിന് ഉണ്ട് കേട്ടോ. 2025 ലാസ്റ്റിലാണ് ഇത് റീടെസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കണമെങ്കിൽ അത് എടുത്ത് കൊടുക്കുക. ഒരു പ്ലസ് 15,000 രൂപ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 5 വർഷത്തിന് പേപ്പറും ചെയ്ത് കൊടുക്കാം. എടുക്കാനായിട്ടില്ല, 6 മാസം കൂടെ ഉണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ 390 നമുക്ക് ഈ വാഹനം കൊടുക്കാവുന്നുണ്ടോ. അപ്പോൾ